മലപ്പുറം അരീക്കോട് കൃഷിയിടത്തിലെ കിണറ്റിൽ വീണ കാട്ടാനയെ ഇന്നു തന്നെ കാടുകയറ്റും. ആനയെ കിണറ്റിൽ നിന്നും കയറ്റാനുള്ള ദൗത്യം ഉടൻ ആരംഭിക്കും. മയക്കുവെടി വയ്ക്കാതെ കാട്ടിലേക്ക് വഴിയൊരുക്കും. ആനയെ കാട് കയറ്റുമെന്ന ഉറപ്പിന്മേൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ കാട്ടാന കിണറ്റിൽ കിടക്കുകയാണ്. വിവരങ്ങളുമായി ശാന്തകുമാർ വളരത്തുണ്ട്. ശാന്തകുമാർ, ഇപ്പോൾ ഈ ആനയെ കരക്ക് കയറ്റാനുള്ള ദൗത്യം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? RRT സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതിനുള്ള തയ്യാറെടുപ്പുകൾ ആണ് ഇപ്പോൾ ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആന ഏകദേശം 20 മണിക്കൂറിലധികം നേരമായി കിണറ്റിൽ വീണിട്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ആനയെ ഇവിടുത്തെ കാട്ടിലേക്ക് തന്നെ കയറ്റി വിടാൻ പാടില്ല എന്നുള്ള നിലപാടുണ്ടായിരുന്നു. പക്ഷേ നിരന്തരമായ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ഒരു അയവ് വന്നിരിക്കുന്നത്. അതിനുശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന വനം വകുപ്പിന്റെ ഉറപ്പുകൂടി ലഭിച്ചതോടു കൂടിയിട്ടാണ് പ്രദേശവാസികളും അയഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ കാട്ടാന വീണ്ടും വരികയാണെങ്കിൽ അതിനെ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കുങ്കിയാനെ കൊണ്ടുവന്ന് അതിനെ മയക്കുവെടി വെച്ച് മറ്റ് കാട്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. പിന്നെ ഉൾപ്പെടെയുള്ള അവ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും. അതിന് 7.5 കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിംഗ് അതിന് അത്തരം കാര്യങ്ങൾക്കെല്ലാം വനംവകുപ്പ് കടുത്ത നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് ജനങ്ങളും ഒന്ന് അയഞ്ഞത്. അതുകൊണ്ട് തന്നെ ആന ഇന്ന് രാത്രി തന്നെ കിണറ്റിൽ നിന്നും JCB ഉപയോഗിച്ച് അതിന് കിടങ്ങ് കീറി ആനയെ പുറത്തേക്ക് എത്തിച്ച് കാട് കയറ്റാൻ തന്നെയാണ് അന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ആരംഭിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കും, ഒരു 5 മിനിറ്റ് മുമ്പാണ് ഈ തീരുമാനത്തിലെത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുന്നത്. ഉടൻ തന്നെ അതിന് നടപടി കടന്ന് ആനയെ ഉടൻ തന്നെ കിണറിന്റെ കരയിലേക്ക് എത്തിക്കുന്നുള്ള ശ്രമമാണ് ആരംഭിക്കുന്നത്. ശരി ശാന്തകുമാർ. മലപ്പുറം അരീക്കോട് കൃഷിയിടത്തിലെ കിണറ്റിൽ വീണ കാട്ടാനയെ കരക്കെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ തുടക്കമാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.